പാറേമാക്കൽ തോമാ കത്തനാരും കരിയാറ്റി യൗസേപ്പ് മൽപ്പാനും ലിസ്ബണിൽ ചെന്നപ്പോൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളും അവർക്കുണ്ടായ നേട്ടങ്ങളും. ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ വീരസാഹസിക യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. നമ്മുടെ നാട്ടിൽ വർത്തമാന കടലാസോ വർത്തമാന പത്രമോ എത്തുന്നതിന് മുൻപ് പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥവും മലയാള ഗദ്യ സാഹിത്യത്തിൽ എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥവും ഇതുതന്നെ. സഭയ്ക്കു വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് വർത്തമാന പുസ്തകം. സഭ എന്താണ്, അല്ലെങ്കിൽ സഭയുടെ ചരിത്രം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച പുസ്തകമാണ് വർത്തമാന പുസ്തകം. 1785 വർത്തമാന പുസ്തകം രചിക്കപ്പെട്ടത്. കരിയാറ്റി യൗസേപ്പ് മൽപ്പാനും പാറേമാക്കൽ തോമാ കത്തനാരും ഒരുമിച്ച് 1778 മുതൽ 1786 വരെ 8 വർഷക്കാലം നടത്തിയ ലിസ്ബൺ റോമ യാത്രയുടെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളുടെ വിവരണമാണ് വർത്തമാന പുസ്തകം. നമ്മുടെ ഇവിടുത്തെ പ്രതിപാദന വിഷയം എന്ന് പറയുന്നത് ലിസ്ബണിൽ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളും അവർക്കുണ്ടായ നേട്ടങ്ങളുമാണ്. ഈ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഒന്നാമതായി അവർ എന്തിനു വേണ്ടിയാണ് റോമിലേക്ക് പോയത് എന്നതിൻ്റെ ഒരു ചെറു വിവരണം ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം ലിസ്ബണിനെ കുറിച്ചും പതിരുവാദോ ഭരണത്തെ കുറിച്ചും ലിസ്ബണിൽ അവർ നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്നായ പാതിരിമാരിൽ നിന്നുള്ള അവഹേളനങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നു. അതോടൊപ്പം പാതിരിമാരിൽ പ്രധാനിയായ കയത്താനോസ് പാതിരിയെ കുറിച്ച് ഒരു ചെറു വിവരണം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് പ്രതിപാദിക്കുന്നത് റോമിൽ നിന്ന് വീണ്ടും അവർ ലിസ്ബണിൽ എത്തുന്നതും രാജ്ഞി കരിയാറ്റിയെ മെത്രാപോലീത്തയായി നിയമിക്കുന്നതും മെത്രാപോലീത്തായുടെ സ്ഥാനാരോഹണത്തെ കുറിച്ചുമാണ്. പിന്നീട് ഇന്ത്യൻ കാര്യവിചാരിപ്പുകാരനായ മാർട്ടിൻ ഡി മെല്ലോ ദൗത്യ സംഘത്തെ മടക്കയാത്രയ്ക്ക് അനുവദിക്കാത്തതും മറ്റുമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പ്രബന്ധത്തിൽ പ്രധാനമായും ഉൾച്ചേർത്തിരിക്കുന്നത്. യാത്രയുടെ ഉദ്ദേശ്യം. മലങ്കരയിലെ പഴയകൂർ സുറിയാനിക്കാരുടെ പള്ളികൾ പൊതുവെ യോഗം ചേർന്ന് നിശ്ചയിച്ച പ്രകാരം കരിയാറ്റി യൗസേപ്പ് മൽപ്പാന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട നിവേദക സംഘം റോമിലേക്കും ലിസ്ബണിലേക്കും നടത്തിയ യാത്രകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. വിദേശ മിഷണറിമാരുടെ ഭരണത്തിൽ സുറിയാനിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങൾക്കും മറ്റും അറുതി വരുത്തുന്നതിനും അതുപോലെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരിക എന്ന ആഗ്രഹത്തോടെ പലയൂഴം പരിശ്രമിച്ചിട്ടും മിഷണറിമാരുടെ എതിർപ്പുകളെ തുടർന്ന് പരാജയപ്പെട്ട മാർത്തോമ ആറാമൻ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ കരിയാറ്റി മൽപ്പാനോട് സഹായം തേടുന്നതും അതിനുശേഷം മാർത്തോമ ആറാമന്റെ വിശ്വാസ സത്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്ത ശേഷം കരിയാറ്റി തന്റെ കഴിവിന്റെ അങ്ങേയറ്റം വരെ പ്രയത്നിക്കാൻ ഒരുക്കമാണെന്ന് മെത്രാന് ഉറപ്പ് കൊടുക്കുന്നതുമാണ് യാത്രയുടെ രണ്ടാമത്തെ ലക്ഷ്യം. ചുരുക്കത്തിൽ യാത്രയുടെ പ്രഥമവുമായ ലക്ഷ്യമെന്ന് പറയുന്നത് നസ്രാണി സമുദായ ഐക്യം മാത്രമാണ്. 1665 മലങ്കരയിലെത്തിയ മെത്രാന്റെ ഇടപെടലുകളും അധികാരമോഹവും മൂലം വ്യാപകമായതുമായ വിഭജനം അവസാനിപ്പിച്ച് സമുദായ ഐക്യം വീണ്ടെടുത്ത് സ്വതന്ത്രരായി മുന്നേറാം എന്ന പ്രതീക്ഷയാണ് ദൗത്യ സംഘത്തിന് ഉണ്ടായിരുന്നത്. അതാണ് അവരെ ഈ ധീരസാഹസിക യാത്രയിലേക്ക് നയിച്ചതും. ലിസ്ബണിലേക്കും റോമിലേക്കുമുള്ള യാത്ര 1778 ഒക്ടോബർ 14 കരിയാറ്റിയും പാറേമാക്കലും 2 ശമ്മാശന്മാരും കപ്പൽ യാത്ര ആരംഭിച്ചു. ക്ലേശകരമായ ഒരു യാത്രയായിരുന്നു കപ്പലിൽ അവർ നേരിട്ടത്. 1779 ഏപ്രിൽ 3 അവർ ബ്രസീലിലെ ബഹിയ എന്ന തുറമുഖത്ത് എത്തി.
മരണകരമായ പല രോഗങ്ങളും, അതായത് ദേഹമാസകലം ചൊറിയും ചുണങ്ങും പോലുള്ള രോഗങ്ങൾ അവരെ ബാധിച്ചു. മാതൃസഭയെ പ്രതിയായതിനാൽ അതെല്ലാം അവർ സഹിച്ചു. കപ്പലിൽ കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ രോഗകാരണങ്ങളാൽ മരിച്ചു വീണു. പ്രധാനമായും കപ്പലിലെ ജോലിക്കാർ ഉൾപ്പെടെ രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് മരണപ്പെട്ടു. ബ്രസീലിലെത്തി പുതിയ ജോലിക്കാരെയും കൂട്ടി കപ്പൽ പോർച്ചുഗലിലേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ 1779 ജൂലൈ 18 അവർ ലിസ്ബൺ എന്ന പട്ടണത്തിലെത്തി. ഈ നഗരത്തിൽ ദൗത്യ സംഘത്തിന് മുഖപരിചയവും സ്നേഹവുമുള്ള ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ലിസ്ബൺ എന്ന നഗരത്തെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും അവർക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നതിനാൽ അവർ ആദ്യം ചെന്നത് വത്തിക്കാൻ സ്ഥാനപതിയുടെ വസതിയിലേക്കാണ്. അങ്ങനെ കരിയാറ്റി മൽപ്പാൻ സ്ഥാനപതിയെ കണ്ട് സംസാരിക്കുകയും സ്ഥാനപതി അവരുടെ താമസ സൗകര്യത്തിനായി ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്ക് അവരെ അയക്കുകയും ചെയ്തു. ലിസ്ബണിൽ നിന്ന് റോമിലേക്ക് പോകുവോളം അവർ ഈ ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ലിസ്ബണിലെ സഭാഭരണ സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ കർദിനാളും മെത്രാപ്പോലീത്തായും കാനോനിസ്താമാരും ഉണ്ടായിരുന്നാൽ തന്നെയും സഭാഭരണം രാജാവിന്റെ കീഴിലായിരുന്നു. സഭാഭരണ സംവിധാനങ്ങളുടെ നിലവാരം റോമിലേതുപോലെ ലിസ്ബണിലും ഉണ്ടാകണമെന്ന് രാജാവ് നിശ്ചയിച്ചിരുന്നു. ആയതിനാൽ ലിസ്ബൺ എന്ന നഗരം പദ്രുവാദോ ഭരണത്തിന് കീഴിലുള്ള ഒരു നഗരമായിരുന്നു. പദ്രുവാദോ എന്തിന്? സഭാതലത്തിൽ പോർട്ടുഗീസ് രാജാവിന് മാർപ്പാപ്പ അനുവദിച്ചു നൽകിയ പ്രത്യേക ഭരണാധികാരമാണ് പദ്രുവാദോ. ഇതനുസരിച്ച് പോർട്ടുഗീസുകാർക്ക് അധികാരമുള്ള പ്രദേശങ്ങളിൽ അവരുടെ പ്രേക്ഷിത പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന പുതിയ സഭകളുടെ മേലുള്ള അധികാരം പോർട്ടുഗീസ് രാജാവിന് നൽകപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും മെത്രാന്മാരെ നിയമിക്കുക, രൂപതകൾ സ്ഥാപിക്കുക, പ്രേക്ഷിത പ്രവർത്തനം നടത്തുക, സാമ്പത്തിക സഹായം നൽകുക എന്നിങ്ങനെ സഭാതലത്തിൽ വലിയ സ്വാതന്ത്ര്യം രാജാവിന് ലഭിച്ചിരുന്നു. തദ്ദേശീയ മെത്രാന്മാരെ ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ദൗത്യ സംഘം ലിസ്ബൺ നഗരം സന്ദർശിച്ച വിവരണത്തെ ഈ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. വിദേശ പാതിരിമാരിൽ നിന്ന് അവർ നേരിട്ട പ്രതിസന്ധികൾ. ലിസ്ബൺ പദ്രുവാദോ ഭരണത്തിന് കീഴിലായിരുന്നതിനാൽ ദൗത്യ സംഘത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നായ മെത്രാന്മാരുടെ നിയമനം പദ്രുവാദോയെ അറിയിക്കുക എന്ന നിലപാടായിരുന്നു അവർക്ക് മുൻപിലുണ്ടായിരുന്നത്. എന്നാൽ വിദേശ പാതിരിമാർ കരിയാറ്റിക്കെതിരെ വ്യാജ കത്തുകളും മറ്റും എഴുതി അധികാരികളുടെ മുൻപിൽ അദ്ദേഹത്തെ അവഹേളന പാത്രമാക്കുകയാണ് ചെയ്തത്. 1779 ഫെബ്രുവരി 27 ബോംബെയിലെ വികാരി അപ്പസ്തോലിക് കാർലോ ഡി എസ് ക്വരേറ്റോ കരിയാറ്റിക്കെതിരെ കത്തെഴുതി മൈലാപ്പൂർ സന്ദർശനത്തിനെന്ന വ്യാജേനയാണത്രേ കരിയാറ്റി യാത്ര തിരിച്ച് ലിസ്ബണിലേക്ക് പോയിരിക്കുന്നത് എന്ന് നാട്ടിലാകെ പരസ്യപ്പെടുത്തി. ഇദ്ദേഹത്തിന്റെ കൂടെ ഫ്രാൻസിസ് സെയിൽസ് എന്ന പാതിരിയും കൂടി ഈ കത്ത് റോമിനെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതേ വർഷം തന്നെ സെപ്റ്റംബർ 4 വീണ്ടും അത്തരമൊരു കത്ത് റോമിൽ നിന്ന് ലിസ്ബണിലെ നുൻഷിയോയ്ക്ക് വന്നു. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സ്വാർത്ഥ ലക്ഷ്യത്തോടു കൂടിയല്ല തങ്ങളുടെ യാത്രയും ദൗത്യവുമെന്ന് കരിയാറ്റി വ്യക്തമാക്കുന്നുണ്ട്. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന തങ്ങളുടെ ആത്മാർത്ഥതയുടെ യഥാർത്ഥ പ്രകടനമായിരുന്നു അത്. വിദേശ പാതിരിമാരിൽ നിന്ന് കത്തുകൾ ഇവർ ആയിരിക്കുന്ന പല സ്ഥലങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ അഭിമുഖീകരിച്ച മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു കയത്താനോസ് എന്ന പാതിരി. ഈ പാതിരിയെ കുറിച്ച് ഒരു ചെറു വിവരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കയത്താനോസ് പാതിരിയെ കുറിച്ചും അദ്ദേഹം ദൗത്യ സംഘത്തോട് ചെയ്ത അവസ്ഥകളെ കുറിച്ചും.
കയത്താനോസ് പാതിരിയുടെ യഥാർത്ഥ പേര് കയത്താനോസാം വിക്ടോറിനോസ് ഡെ ഫറിയ എന്നാണ്. ഇദ്ദേഹം ഗോവയിൽ ദാമ്പത്യ ജീവിതത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. പിന്നീട് എന്തോ കാരണത്താൽ ഇദ്ദേഹവും ഭാര്യയും തങ്ങളുടെ നിലപാട് മാറ്റി ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു. ഭാര്യയെ ഒരു സന്യാസിനി മഠത്തിൽ ചേർത്തു. ഇദ്ദേഹം സെമിനാരിയിൽ പഠിച്ച് പട്ടമേറ്റ് വൈദികനായി. അദ്ദേഹം തൻ്റെ ജീവിച്ചിരിക്കുന്ന മകനെ റോമിലെ പ്രൊപ്പഗാൻഡ സെമിനാരിയിൽ വൈദിക പഠനത്തിനായി അയച്ചു. ഇദ്ദേഹത്തിന് രാജ്ഞിയുടെ ഭർത്താവായ രാജാവുമായും 4 വകുപ്പ് അധ്യക്ഷന്മാരുമായും നഗരത്തിലെ പ്രധാന വമ്പന്മാരുമായും നഗരത്തിലെ ഭരണാധികാരികളുമായും സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു. കയത്താനോസ് പാതിരിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തനിക്ക് ഗോവയുടെ മെത്രാപ്പോലീത്ത ആകണമെന്നായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ കയത്താനോസ് എന്ന വ്യക്തിയെ ആദ്യം നാം പരിചയപ്പെടുമ്പോൾ കരിയാറ്റിയുടെയും പാറേമാക്കലിന്റെയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ അദ്ദേഹം സഹായിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയായിരുന്നില്ല. കയത്താനോസ് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. വർത്തമാന പുസ്തകം 63-ാം പാദത്തിൽ പാറേമാക്കൽ ഇത് വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. കയത്താനോസു പാതിരി ഞങ്ങളുടെ കാര്യങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കാമെന്ന് പറഞ്ഞ് തന്റെ കീഴിൽ പാർപ്പിച്ചത് ഉടയ തമ്പുരാനെ പ്രതിയോ മലങ്കര പള്ളികൾക്ക് ഗുണം വരുത്തണമെന്നു കരുതിയോ അല്ല. സ്വന്തം കാര്യം കാണുന്നതിന് വേണ്ടിയാണ് തനിക്ക് അനുയായികൾ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. മാത്രമല്ല, കരിയാറ്റി മൽപ്പാൻ തന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഈ പാവപ്പെട്ട മലയാളി ഭോഷന്മാർ ഇവിടെ വന്ന് അലഞ്ഞു നടന്നപ്പോൾ അവരുടെ പാവത്തും മട്ടും കണ്ട് സഹതാപം തോന്നി അവർക്ക് വേണ്ടുന്നതൊക്കെയും കൊടുത്ത് അവരെ സഹായിച്ചു. എന്നിട്ടിപ്പോൾ അതൊക്കെ മറന്ന് ഈ നന്ദി കെട്ടവർ ഞാൻ പറഞ്ഞു കൊടുക്കാത്ത ഗുണദോഷങ്ങളെല്ലാം ധിക്കരിച്ച് എന്നെ അറിയിക്കാതെ അവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കളയാമെന്ന് വിചാരിക്കുന്നു. വളരെ കൂർമ്മ ബുദ്ധിയും കൗശലക്കാരനും കപടത നിറഞ്ഞവനുമായ വ്യക്തിയായിരുന്നു കയത്താനോസ് പാതിരി എന്ന് വർത്തമാന പുസ്തകത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങൾ വെളിവാക്കുന്നുണ്ട്. കരിയാറ്റിയുടെ മെത്രാഭിഷേകം വൈകിപ്പിക്കാൻ അദ്ദേഹം തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. മാത്രമല്ല, കരിയാറ്റിക്ക് മെത്രാന്റെ പട്ടം ലഭിക്കാൻ കാരണം താനാണെന്ന് വരെ ഒരവസരത്തിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നത് വിസ്മയത്തോടെ നാം വായിക്കും. വീണ്ടും ലിസ്ബണിൽ. റോമിൽ നിന്നും വെറും കൈയോടെ നിരാശരായി ലിസ്ബണിൽ തിരിച്ചെത്തി. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കരിയാറ്റിയും പാറേമാക്കലും തുടർന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് ഒരു പാതിരി അവരുടെ കൂടെ കൂടുന്നത്. ശല്യമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു മനുഷ്യൻ മറ്റാരുമല്ലത് സാക്ഷാൽ കയത്താനോസ് പാതിരി. രാത്രിയെ പകലാക്കുന്ന തരത്തിൽ കള്ളത്തരത്തിന്റെ ശൃംഖല തീർത്തുകൊണ്ട് കാര്യം നടത്തുന്ന കുടില ബുദ്ധി. കരിയാറ്റി രാജ്ഞിയുടെ കൈമുത്തുമ്പോൾ പാദങ്ങൾ ചുംബിക്കുവാൻ തയ്യാറാവുന്ന തന്ത്രശാലി. അയാൾ അവരുടെ ദൗത്യത്തിന് വിലങ്ങുതടിയായി നിന്നു. എങ്കിലും പോർച്ചുഗീസ് രാജ്ഞിക്ക് ദൗത്യ സംഘത്തെ പറ്റി നല്ല ധാരണയും മതിപ്പും ഉണ്ടായിരുന്നതിനാൽ ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സഭാരത്നങ്ങളായ ഇവർ ഇരുവരെയും ബെനഡിക്റ്റൈൻ വൈദികരുടെ ആശ്രമമായ സമ്പന്തുവിൽ താമസിക്കുവാൻ കാര്യങ്ങൾ തിട്ടപ്പെടുത്തി കൊടുത്തു. സമ്പന്തു ആശ്രമത്തിൽ ബെനഡിക്റ്റൈൻ സന്യാസികളുടെ കീഴിലുള്ള സമ്പന്തു ആശ്രമമായിരുന്നു കരിയാറ്റിൽ മൽപ്പാന്റെയും കയത്താനോസ് പാതിരിയുടെ മകൻ യൗസേപ്പ് പാതിരിയുടെയും താമസ സ്ഥലം. തോമാകത്തനാരും മാർക്കസ് എന്ന അവരുടെ സുഹൃത്തും കപ്പൽ നിർമ്മാണശാലയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനുമായ ലൂയിസ് അന്തോണിയുടെ വീട്ടിലും താമസിച്ചു. ഏകദേശം 3 മാസത്തോളം അവർ അവിടെ വസിച്ചു കഴിഞ്ഞപ്പോൾ കയത്താനോസ് പാതിരി മാർക്കസിനെയും പാറേമാക്കലിനെയും സമ്പന്തു ആശ്രമത്തിലേക്ക് താമസം മാറ്റിച്ചു.
ഇതിനു കാരണം ലൂവീസും കയത്താനോസ് പാദ്രിയും തമ്മിലുണ്ടായ നീരസത്താലാണ് ഇവർ രണ്ടുപേരും ആശ്രമത്തിലേക്ക് സ്ഥലം മാറിപ്പോയത്. പിറവി തിരുനാളിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാറേമാക്കലിനെയും മാർക്കസിനെയും അങ്ങനെയുള്ള മാന്യരെ കയത്താനോസ് പാദ്രി രാജാവിൽ നിന്ന് അനുവാദവും രാജഭണ്ഡാരത്തിൽ നിന്നും അവർക്കുള്ള ചെലവിനുള്ള തുക വാങ്ങിക്കൊടുത്തതും സ്നേഹം കൊണ്ടല്ല, പിന്നെയോ ഇവർ സമുദായത്തിനു വേണ്ടി ചെയ്യുന്ന നീക്കങ്ങൾ മനസ്സിലാക്കി അതെല്ലാം വിഫലമാക്കുവാനാണ്. കരിയാറ്റി മെത്രാപ്പോലീത്തയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. കയത്താനോസ് പാദ്രിയുടെയും യൗസേപ്പ് പാദ്രിയുടെയും പരദൂഷണങ്ങൾ തങ്ങൾക്ക് പ്രശ്നമായി തീരുമോ എന്ന് കരിയാറ്റിയും പാറേമാക്കലും ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ തമ്പുരാൻ നമ്മുടെ പക്ഷത്തായതുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിരുന്നു. വർത്തമാന പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതാ, മനസ്സു തകർന്നവരെ ആശ്വസിപ്പിക്കുകയും തന്റെ ദാസരെ എന്നും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉടയ തമ്പുരാന്റെ കാരുണ്യം ഞങ്ങളുടെ മേലുണ്ടായി. 1782 ജൂലൈ 17-ാം തീയതി മാർ അല്ലേശു പുണ്യവാന്റെ തിരുനാൾ ദിനത്തിൽ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി കരിയാറ്റി മെൽപ്പാനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് രാജ്ഞി വിഷ്കോന്തി വഴി കരിയാറ്റി മൽപ്പാന് കൊടുത്തയച്ചു. നസ്രാണി സമുദായത്തിന് ഗുണമുണ്ടാകുവാനായി കരിയാറ്റിൽ അവറുകളെ മെത്രാപ്പോലീത്തയായി നിർദ്ദേശിച്ചു. മാലാഖമാർക്ക് പോലും ഭയം ഉളവാകുന്ന സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണോ എന്ന് ശങ്കിച്ച് കരിയാറ്റി സ്വജാതി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താനുള്ള നിയോഗമായി കണ്ട് ഇത് സ്വീകരിച്ചു. സ്ഥാനാരോഹണം. കയത്താനോസ് പാദ്രി ഉൾപ്പെടുന്ന ശത്രു സംഘം പഠിച്ച പണി 18 പയറ്റിയിട്ടും കരിയാറ്റിയുടെ വാഴ്വ് തടയാനായില്ല. പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ ആശ്രമാംഗങ്ങൾ കരിയാറ്റിയുടെ മേൽപ്പെട്ട ശുശ്രൂഷ ആഘോഷമായി നടത്തുവാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. ചടങ്ങിന് വേണ്ട കുപ്പായങ്ങളും അലങ്കാരങ്ങളും തയ്യാറാക്കുവാൻ യോം ആക്കീം എന്നയാളെ ആശ്രമശ്രേഷ്ഠനായിരുന്ന തോമാ പാതിരി നിയമിച്ചു. മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികനായി ഗോവായുടെ മുൻ മെത്രാപ്പോലീത്തയായിരുന്ന ദോം ഫ്രാൻസിസ്കോസ് ദെ അബസൂദയും സഹകാർമ്മികനായി മയ്യാദേശത്തിന്റെ മെത്രാൻ മാർ വാർത്തുൽമയും മക്കായുടെ മെത്രാൻ മാർ അലക്സാന്ദ്രയോസും എത്തി. മെത്രാൻ പട്ട സ്വീകരണം 1783 ഫെബ്രുവരി 17-ാം തീയതി സംബന്ധു ആശ്രമത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഒരിക്കലും കരിയാറ്റി സുറിയാനി ക്രമത്തിലേക്ക് തിരികെ വരില്ലെന്ന ഉറപ്പിന്മേലാണ് മെത്രാൻ പട്ടം നൽകിയത്. അതേ വർഷം തന്നെ മാർച്ച് 17-ാം തീയതി നമ്മുടെ മെത്രാപ്പോലീത്ത പാനീയം സ്വീകരിച്ചു. കരിയാറ്റിയെ മാർത്തോമ ആറാമന്റെ അനുരഞ്ജനം സാധ്യമാക്കുക എന്ന ഉത്തരവാദിത്വവും മാർപ്പാപ്പ കൽപ്പിച്ചു നൽകി. ഉൾക്കാഴ്ചകൾ. മേൽപ്പറഞ്ഞ സംഭവങ്ങളിൽ നിന്നും സുറിയാനി സഭയോടും മലങ്കരക്കാരോടും പാതിരിമാർക്കും പറങ്കികൾക്കും എത്രമാത്രം വിരോധവും വിദ്വേഷവും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. കച്ചവടമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ നിറത്തിന്റെയും സ്വത്വത്തിന്റെയും കാരണങ്ങൾ നിരത്തി പുച്ഛിച്ചു തള്ളി അധികാരം സ്ഥാപിക്കാൻ നോക്കിയതിനാൽ ഉണ്ടായതാണ് ജാതിയുടെ വിഘടനവും ഈ കേട്ട പ്രതിസന്ധികളും. എങ്കിലും ശുദ്ധമാന ഏവൻഗേലിയോനിൽ ചൊല്ലിയിരിക്കുന്നത് പോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ നടന്നാലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. ഉടയ തമ്പുരാൻ കൈപിടിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് കരിയാറ്റിയുടെ മെത്രാഭിഷേകവും പിന്നിട്ട വഴികളിലെ തമ്പുരാന്റെ അറ്റമില്ലാത്ത മനോഗുണവും. ഉപസംഹാരം. വലിയ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും ആരംഭിച്ച കരിയാറ്റിയുടെയും പാറേമാക്കലിന്റെയും മടക്കയാത്ര അത്യന്തം വേദനാനിർഭരമായ സംഭവങ്ങളിലാണ് പര്യവസാനിക്കുന്നത്. മലബാർ സഭയുടെ അഭിമാനമായിരുന്ന പ്രകാശമായിരുന്ന മാർ കരിയാറ്റി യൗസേപ്പ് മെത്രാപ്പോലീത്തായുടെ അകാല മരണം സഭയ്ക്ക് താങ്ങാനാവാത്ത വലിയ തിരിച്ചടിയായിരുന്നു.
മാർത്തോമാ നസ്രാണികളുടെ ഐക്യശ്രമങ്ങളെ ആ മരണം തകർത്തു കളഞ്ഞു. വർത്തമാന പുസ്തകം നമ്മെ വേദനിപ്പിക്കുന്ന ചരിത്ര പുസ്തകവും കൂടിയാവുന്നത് അതിനാലാണ്. നമ്മുടെ മാതൃസഭ ഒത്തിരി മുറിവുകളേറ്റ സഭയാണ്, ഒത്തിരി ചൂഷണം സഹിച്ച സഭയാണ്. അതിൻ്റെ ചരിത്രം നമ്മെ വേദനിപ്പിക്കുന്നു. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവൻ പണയം വെച്ച് ദൗത്യ സംഘം നടത്തിയ യാത്ര അതിൻ്റെ അന്ത്യനിമിഷത്തിൽ ഒരു വൻ ദുരന്തത്തിൽ കലാശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടഞ്ഞു പോകും. കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്ക്, നമ്മുടെ മാതൃസഭയ്ക്കേറ്റ മുറിവുകൾ മായ്ച്ചു കളയാനുള്ള ഉത്തരവാദിത്വം സഭാമക്കളായ നമുക്കോരോരുത്തർക്കുമുണ്ട്. കരിയാറ്റി മാർ യോസേപ്പ് മെത്രാപ്പോലീത്ത, പാറേമാക്കൽ തോമാ കത്തനാർ എന്നീ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. വർഷത്തിൽ 2 തവണയെങ്കിലും വർത്തമാന പുസ്തകം വായിക്കുക. നമ്മുടെ സഭാസ്നേഹം ജ്വലിക്കാൻ അത് മാത്രം മതി. ഈ സിംബോസിയം ഇവിടെ സംഘടിപ്പിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. വർത്തമാന പുസ്തകത്തിലൂടെ സഭയ്ക്കു വേണ്ടി സ്വയം സമർപ്പിക്കാനും സഭയെ ജീവനതുല്യം സ്നേഹിക്കാനും തയ്യാറാവുന്ന ഒരു ജനത സീറോ മലബാർ സഭയിൽ വളർന്നു വരട്ടെ. നന്ദി, നമസ്കാരം.